തിങ്കളാഴ്ച മുതൽ ബെവ്കോയുടെ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിൽ നോട്ട് നിരോധനം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്ന് MD ഹർഷിത അട്ടലൂരി നിർദ്ദേശം നൽകി. ഇത് കർശനമായി പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ പണം സ്വീകരിക്കില്ലെന്നും UPI കാർഡ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നും അറിയിച്ച ഹിന്ദിയിൽ ഉൾപ്പെടെ നോട്ടീസുകൾ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ ഇതിന് നടപടികൾ ആരംഭിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവും ജിം സന്തോഷ് വധക്കേസ് പ്രതിയുമായ അലുവാദുലിനെ വെട്ടിക്കൊന്നു. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങിപ്പോകുമ്പോഴായിരുന്നു അക്രമം. ആരാണ് അക്രമത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് സംഭവം. ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ സംഘം അതുൽ സഞ്ചരിച്ച കാറിനെ ഇടിച്ചിട്ട ശേഷം നടുറോഡിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന ഗുണ്ടാ നേതാവ് സന്തോഷിനെ മാർച്ച് 27-നാണ് കൊലപ്പെടുത്തിയത്. കോൺഗ്രസിൽ പ്രാദേശിക പ്രശ്നങ്ങളില്ലെന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതെ എന്ത് പ്രാദേശിക പ്രശ്നമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നത്തെ ദിവസം തന്നെ 50 സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് പ്രഖ്യാപിക്കാനാകുമെന്നും സതീശൻ പറഞ്ഞു. K സുധാകരന്റെ FB പോസ്റ്റ് സംബന്ധിച്ചും VD സതീശൻ പ്രതികരിച്ചു. FB പോസ്റ്റ് ഇട്ടത് താനല്ലെന്നാണ് സുധാകരൻ തന്നോട് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നതല്ല സുധാകരൻ ഇന്നലെ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുഴപ്പം? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ. അതിനേക്കാൾ വലുതാണ് കണ്ണൂർ ജില്ലയെന്നും അദ്ദേഹം പറഞ്ഞു. ലഡാക്ക് പ്രക്ഷോഭ നായകനും സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന് മോചനം. ഇദ്ദേഹത്തിന്റെ തടങ്കൽ ഉടനടി പിൻവലിക്കാൻ തീരുമാനമായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ലഭ്യമായ അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ് നടപടി. ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനിടെയാണ് സോനം അറസ്റ്റിലായത്. രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനാപരമായ സംരക്ഷണവും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നയിച്ചവരെ ഏറ്റവും പ്രമുഖനാണ് ആക്ടിവിസ്റ്റും വിദ്യാഭ്യാസ വിദഗ്ധനുമായ സോനം വാങ്ചുക്. വടകര കണ്ടപ്പോൾ വിഷമം തോന്നിയെന്ന റോബിൻ രാധാകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ പരിഹാസവും വിമർശനവും. വടകരയിലെ പ്രശ്നങ്ങൾ UDF-ഉം LDF-ഉം തീരുമാനിക്കുമെന്നും പുതിയ ഉടന്മാരുടെ ആവശ്യമില്ലെന്നുമാണ് പരിഹാസം. വടകര MLA-ക്കെതിരെ BJP കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. 2018-ലാണ് താൻ ആദ്യമായി വടകരയിൽ വരുന്നതെന്നും വർഷങ്ങൾക്കിപ്പുറവും മണ്ഡലത്തിൽ യാതൊരു മാറ്റവുമില്ലെന്നും ഇത് കണ്ടപ്പോൾ വിഷമം തോന്നിയതുമായിരുന്നു റോബിൻ കുറ്റപത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്.